Hi students, good morning. Okay, now let's start the portion equal triangles. In previous class, what we studied? We studied the principles of equal triangles. How many principles already you studied? 3 principles. What are they? First one, SSS principles. ഓർക്കാൻ എളുപ്പത്തിന് SSS പഠിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. Yes, 3 sides. അപ്പോൾ equal triangles, how we define that SSS principles? 3 sides of a triangle are equal to 3 sides of another triangle. Then that 2 triangles are SSS principle. Equal triangles, that is called SSS principle. Okay. Then what is the second principle? Or yes. 2 sides ഇടയിലുള്ള ആംഗിൾ അല്ലേ, അതുകൊണ്ട് A മിഡില്. 2 sides and the included angle of a triangle are equal to 2 sides and the included angle of another triangle. Then that 2 triangles are equal. That is called SAS principles. What is the third principle? ASA. 2 angles 1 side. Side up middle. 1 side and the angles at its ends are equal to the 1 side and the angle at its ends of another triangle. Then that 2 triangles are equal triangles. That is ASA principle. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? What is the peculiarity of equal triangles? Peculiarity, the principles നമ്മൾ പഠിച്ചത് ട്രയാങ്കിൾ ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്നിനും ഇത് എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പൊ പിക്ചേഴ്സ് തന്നാൽ എങ്ങനെയാണ് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാന്നാ പഠിച്ച്. ഇനി ഈക്വൽ ട്രയാങ്കിൾസ് ആയി കഴിഞ്ഞാൽ what is the peculiarity of that triangles? All sides and all angles are equal. 2 triangles ന്റെ എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി എങ്ങനെയുള്ള സൈഡ്സും ആംഗിൾസ് ആണ് ഈക്വൽ? The angles opposite to equal sides are equal. Equal സൈഡിന് ഓപ്പോസിറ്റ് കിടക്കണ ആംഗിൾസ് ആയിരിക്കും ഈക്വൽ ആവുക. അപ്പൊ നമ്മൾ ബോക്സ് വരച്ചിട്ട് ഈക്വൽ സൈഡ്സ്, equal angles, pairs of equal angles, pairs of equal sides ഒക്കെ എഴുതി കഴിഞ്ഞു അല്ലേ? ഇനി അതേപോലെ തന്നെ വേറെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അതായത് ട്രയാങ്കിൾസ് ആദ്യം ഈക്വൽ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം, എന്നിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് സൈഡ്സ്, അതായത് ഈക്വൽ പെയേഴ്സ് ഓഫ് ആംഗിൾസും ഈക്വൽ പെയേഴ്സ് ഓഫ് സൈഡ്സും എഴുതണം. Look at this picture. Here triangle ABC. This side 7 centimeter, this side 3 centimeter, and the included angle, these 2 sides are തന്നേക്കണേ. അപ്പൊ അതിന്റെ ഇടയിലുള്ള ആംഗിൾ 40 degree. This is another triangle XYZ. This side 7 centimeter, this side 3 centimeter, and the included angle, ഈ രണ്ട് സൈഡ് ആണ് അതിന്റെ included angle 40 degree. In this picture, write the matching pair of sides and matching pair of angles. That means equal pairs of angles and equal pairs of sides എഴുതാൻ ഈ ഫിഗറിന്. ഇവിടെ 2 sides തന്നിട്ടുള്ളൂ, ഇവിടെ 2 sides, പിന്നെ അതിന്റെ ഇൻക്ലൂഡ് ആംഗിൾ ഇവിടെ 40 degree, ഇതിന്റെ രണ്ടിന്റെ ഇൻക്ലൂഡ് ആംഗിൾ 40 degree. ഇനി equal pairs of sides equal pairs of angles എഴുതണമെങ്കിൽ at first check these triangles are equal or not. ഇവിടെ രണ്ട് സൈഡേ തന്നിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി
രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിൾ അല്ലേ തന്നേക്കണേ. അപ്പൊ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഈ ട്രയാങ്കിൾ ഈക്വൽ ആയേക്കണത്? ആ SAS പ്രിൻസിപ്പിൾ അല്ലേ? 2 sides and the included angle are equal to the 2 sides and the included angle of another triangle. സൈഡ് ഇവിടെ 7 ആണ്, ഇവിടെ 7 ആണ്. അപ്പൊ 7 സെന്റിമീറ്റർ ഈക്വൽ ആയി. ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ. രണ്ട് ട്രയാങ്കിളും ലെങ്ത് ഈക്വൽ ആയിരിക്കണം. പിന്നെ ഇവിടെ included angle 40 degree. Here included angle 40 degree. Therefore included angle are also equal. By SAS principle these two triangles are equal. അപ്പൊ ഈക്വൽ ആണ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. Then write pairs of equal sides. Pairs of equal sides. ബോക്സ് വരച്ചിട്ട് എഴുതുക. ബോക്സ് വരച്ചിട്ട് എഴുതണമെങ്കിൽ ഉള്ളത് ഓൾറെഡി എഴുതാം. ബോക്സ് വരയ്ക്കും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഈക്വൽ സൈഡ്സ്, വൺ ഹെഡിങ്, അനദർ ഹെഡിങ് ഈക്വൽ ആംഗിൾസ്. ഓൾറെഡി ഇതിലുള്ള നോക്കിയിട്ടേതാ 3 സെന്റിമീറ്റർ ഹിയർ AB, ഹിയർ 3 സെന്റിമീറ്റർ ZY. 3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സൈഡിന്റെ പേര് ZY എന്നാ. അപ്പൊ AB ഈക്വൽ ടു ZY. ഹിയർ 7 സെന്റിമീറ്റർ കിടക്കുന്നത് BC. ഇൻ ദിസ് പിക്ചർ 7 സെന്റിമീറ്റർ XY ആണ്. അപ്പൊ BC ഈക്വൽ ടു XY. BC ഈക്വൽ ടു XY. 2 പെയർ തന്നുണ്ട്. അപ്പൊ തേർഡ് പെയർ ബാക്കിയുള്ളത് ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് ദ തേർഡ് സൈഡ് AC. ഇൻ ദിസ് പിക്ചർ തേർഡ് സൈഡ് XZ. രണ്ടെണ്ണം തന്നുണ്ട്. അപ്പൊ മൂന്നാമത് ഓൾറെഡി ഈക്വൽ ആയിരിക്കും. AC ഈക്വൽ ടു XZ. Because these triangles are equal. Angles. Which angles are equal? In this figure, angle B equal to 40 degree. Angle B. In this picture, which angle 40 degree? Y. അല്ലേ? അപ്പൊ angle B equal to angle Y. ഇനി വേറെ ഇവിടെ രണ്ട് പെയർ ഓഫ് ആംഗിൾസ് കിടക്കുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും ഈക്വൽ ആയിട്ട് വരിക? അതാണ് മനസ്സിലാക്കേണ്ടത്. In equal triangles, the side angles opposite to equal sides are equal. Equal side ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആയിട്ട് വരിക. അപ്പൊ in this picture look, here AB 3 centimeter. Which is the angle opposite to this side? AB ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ C. Therefore in this side, ഇവിടെ AB 3 centimeter ആണ് എടുത്ത്. 3 സെന്റിമീറ്ററിന് ഈക്വൽ ആയിട്ട് ഇവിടെ കിടക്കുന്നത് ZY ആണ് 3 സെന്റിമീറ്റർ ആയിട്ട് കിടക്കുന്നത്. Then which is in this picture, which is the angle opposite to this side? ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? പിക്ചറിൽ നോക്കിയാൽ അറിയാം 3 സെന്റിമീറ്റർ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ 3 സെന്റിമീറ്റർ ZY ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ X ആണ്. അപ്പൊ in this triangle angle C, in this triangle angle X. These two angles are equal. ഇവിടെ ആംഗിൾ സിയുടെ മെഷർമെന്റ് എത്രയാണോ അതായിരിക്കും ഈ ഫിഗറിലെ ആംഗിൾ എക്സ്. അപ്പൊ ആംഗിൾ സിയും ആംഗിൾ എക്സും ആണ് ഈക്വല്. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആംഗിൾസ് എടുക്കണം. അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ എക്സ്. രണ്ട് പേര് ഓൾറെഡി എഴുതി കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ പേര് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ പേര് ബാക്കി കിടക്കുന്നത് ഏതാ? ആംഗിൾ എ. ഈ ആംഗിൾ എ, ദിസ് ആംഗിൾ വിച്ച് ഈസ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? സൈഡ് എന്ന് പറയുമ്പോൾ സൈഡ് പറയണം, ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ പറയണം. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് AC 7 സെന്റിമീറ്റർ ആ. ഇതിൽ തേർഡ് ആംഗിൾ കിടക്കുന്നത് ആംഗിൾ Z ആ. വിച്ച് ഈസ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? ZY 7 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ ഇവിടെ ഈക്വൽ ആംഗിൾ എടുക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സും ഈക്വൽ തന്നെ ആയിരിക്കും, നേരെ റിവേഴ്സ്. അപ്പൊ തേർഡ് പേര് എഴുതുമ്പോ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ Z. അപ്പൊ ഇവിടെ SAS പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തു. Then write pairs of equal sides and equal angles. Okay, this type of problems in your textbook, that is the homework. Okay, similarly next another type, another type of triangles. Listen, ABC. Two angles are ഇവിടെ തന്നേക്കുന്നത് 40 degree and
70 degree and side 6 centimeter. Another triangle PQR, same angle 40 degree, 70 degree and 6 centimeter. Look at the picture. These are the true triangles. Write the equal pair of angles and equal pair of sides. ഈ ഫിഗറിന് ഈക്വൽ പെയർ ഓഫ് ആംഗിൾസും ഈക്വൽ പെയർ ഓഫ് സൈഡ്സും എഴുതണം. അറ്റ് ഫസ്റ്റ് ചെക്ക് ദിസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഓർ നോട്ട്. ദി ട്രയാങ്കിൾസ് ഈക്വൽ ആണോ അല്ലയോ ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും എഴുതാൻ. അപ്പൊ which principle we applied here? In this picture, one side and the angle at its ends. ഒരു സൈഡ് എ ബി എന്നുള്ള സൈഡാ തന്നേക്കണേ 6 സെന്റിമീറ്റർ. അതിന്റെ അറ്റത്തുള്ള ആംഗിൾസ് ആണ് ഇത് രണ്ടും തന്നേക്കണേ. ഇൻ ദിസ് പിക്ചർ ഓൾസോ വൺ സൈഡ് പി ക്യു ആൻഡ് ആംഗിൾ അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ആവുമ്പോ ഏത് പ്രിൻസിപ്പിളാ? ASA പ്രിൻസിപ്പിള് അല്ലേ? സൈഡും രണ്ടറ്റത്തുള്ള ആംഗിൾസും. പക്ഷെ സൈഡും ആംഗിൾസും ഈക്വൽ ആണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. Here 6 centimeter side, here also 6 centimeter side. Here angle 40 degree, here angle 70 degree. In this picture also same angles 40 degree, 70 degree. Therefore, side and angles are equal. By ASA principle, these triangles are equal triangles. Equal triangles ആണെന്ന് മനസ്സിലായി? ചെക്ക് ചെയ്തതിന് ശേഷം pairs of equal sides ഉം equal angles ഉം എഴുതാം. At first ഇതില് 2 ആംഗിൾസും 1 സൈഡോ തന്നേക്കണേ. അപ്പൊ അറ്റ് ഫസ്റ്റ് റൈറ്റ് ഈക്വൽ ആംഗിൾസ്, അതായിരിക്കും എളുപ്പം. ഈക്വൽ ആംഗിൾസ് ആദ്യം എഴുതി വെക്കാം. ഇവിടെ ഹെഡിങ് എഴുതുമ്പോ അതുപോലെ തന്നെ നമ്മള് കണ്ടെത്തി എഴുതുമ്പോ ദാ ഏതൊക്കെ? ഹിയർ ആംഗിൾ എ 40 ഡിഗ്രി, ഹിയർ ആംഗിൾ പി 40 ഡിഗ്രി. Therefore, we write angle A equal to angle P. അപ്പൊ ഈക്വൽ ആംഗിൾസ് എന്നുള്ള ഹെഡിങ്ങിൽ ആദ്യം എഴുതുക angle A equal to angle P. In this picture, here angle B equal to 70 degree. Here 70 degree angle Q. ഇവിടെ 70 വരുന്നത് angle B ആണ്, ഇവിടെ 70 വരുന്നത് angle Q ആണ്. അപ്പൊ angle B equal to angle Q. ഈ രണ്ട് ആംഗിൾസ് ആണ് ഈക്വൽ ആയത് വരുന്നത്. അപ്പൊ angle B equal to angle Q. Two pairs of angles equal, then third pair are also equal. What is the third angle of this triangle? In this triangle 40, 70. What is the angle C in triangle ABC? Already നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാ. What is the sum of the angles of a triangle? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെ സം എത്രയാ? മൂന്നും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? 180 അല്ലേ? Here 40, ഇവിടെ 70. 70 plus 40, 110. Then what is the third angle? Total 180 degree ആ. 180 degree ന്ന് 110 degree subtract ചെയ്യാ. അപ്പൊ എത്ര? 180 minus 110, 70 degree അല്ലേ? അപ്പൊ this angle are also 70 degree. ഇത് 70 degree വരും. In this picture also, here 40, here 70. This is also 70 എന്ന് വരും. അപ്പൊ third pair, name of the third pairs of angles, angle C equal to angle R. അപ്പൊ angle C equal to angle R. Matching pair of angles എഴുതി, that means equal angles എഴുതി. Equal sides എഴുതുക, equal sides. In this picture AB equal to 6 centimeter. ഇതിൽ 6 centimeter കിടക്കുന്നത് ഏതാ? PQ. Therefore equal sides AB equal to PQ. അപ്പൊ AB equal to PQ, equal sides എന്നുള്ള ഹെഡിങ്ങിന്. The next, which pair of sides are equal? The sides opposite to equal angles are equal. നേരെ തിരിച്ചു പറയാം. എങ്ങനെയുള്ള സൈഡാ ഈക്വൽ ആയിട്ട് വരിക? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഈക്വൽ ആയിരിക്കും. Equal angles means in this picture 40 degree here. 40 ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ നോക്കുക. 40 ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് BC.
ഇവിടെ 40 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇൻ ദിസ് പിക്ചർ ഓൾസോ ടേക്ക് 40 ഡിഗ്രി ഹിയർ. ഈക്വൽ ആംഗിൾസ് എടുക്കണം. ഇവിടെ 40 ഡിഗ്രി എടുത്താൽ ഇവിടെ 40 ഡിഗ്രി ഇതാണ് വരുന്നത്. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരുന്ന സൈഡ് QR ആ. അപ്പോ AC BC, ഇവിടെ BC ആണ് കിടക്കണത്. ഇവിടെ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നത് QR. അപ്പോ BC ഈക്വൽ ടു QR. BCക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് QR ആ. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരുന്ന സൈഡ്. നെക്സ്റ്റ് 70 ഡിഗ്രി. ഈ ആംഗിൾ എടുക്കുക. 70 ഡിഗ്രി which is the side opposite to this angle. 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് AC ആ. അപ്പൊ ഇതിൽ ഓൾറെഡി എടുക്കാം 70. ഇവിടെ രണ്ട് 70 വരുന്നതുകൊണ്ട് ഏത് 70 വേണമെങ്കിൽ എടുക്കാം, ഈക്വൽ ആംഗിൾ ആയതുകൊണ്ട്. 70ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് PR 70 ഡിഗ്രിക്ക്. അപ്പൊ ഏതെഴുതാ? AC ഈക്വൽ ടു PR. ഓൾറെഡി ഇത് എഴുതി കഴിഞ്ഞു, ഇത് എഴുതി കഴിഞ്ഞു. അപ്പൊ തേർഡ് പെയർ ഇതാ കിടക്കുന്നത്. അപ്പൊ 3 പെയർ ഓഫ് ആംഗിൾസും 3 പെയർ ഓഫ് സൈഡ്സും എഴുതി കഴിഞ്ഞു. അപ്പൊ at first check the triangles are equal or not. After checking, write the pairs of equal angles and equal sides. What is the peculiarity of equal triangles? Equal triangles in the peculiarity എന്താ? The sides opposite to equal angles are equal. അല്ലെങ്കിൽ വേറെ തരത്തിലും പറയാം, the angles opposite to equal sides are equal. നേരെ തിരിച്ചും പറയാം, റിവൈസ് ചെയ്തിട്ട്. ഓക്കെ, ഈ 3 പ്രിൻസിപ്പിൾ നന്നായി പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ടെക്സ്റ്റ് ബുക്ക് പേജ് 11. ടെക്സ്റ്റ് ബുക്ക് പേജ് 11, ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. എല്ലാവരും ആ ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കി നോക്കിയേ. ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ, in the triangles below. All of you read AB equal to QR. അപ്പൊ ഫിഗർ നോക്കുക. AB ക്ക് ഈക്വൽ ആയിട്ട് കിടക്കണ QR എന്നുള്ള സൈഡ് കണ്ടോ? നെക്സ്റ്റ് BC ഈക്വൽ ടു RP. ട്രയാങ്കിളിൽ BC കാണാം, ABC ട്രയാങ്കിളിൽ BC കാണാം. RP എവിടെ കിടക്കുന്നുണ്ടാവുക? നെക്സ്റ്റ് ട്രയാങ്കിൾ PQR. PQR-ൽ RP കിടക്കുന്നുണ്ട്. ഇനി തേർഡ് പെയർ ഓഫ് സൈഡ്സ് CA ഈക്വൽ ടു PQ. CA എവിടെ കിടക്കണേ? ഇൻ ട്രയാങ്കിൾ ABC. ABC എന്നുള്ള ട്രയാങ്കിൾ CA എന്നുള്ള സൈഡ് കിടക്കുന്നുണ്ട്. ആ CAക്ക് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ PQR-ൽ കിടക്കുന്ന സൈഡാണ് ഏത്? PQ. അപ്പോ ഇൻ ദിസ് 2 triangles 3 pairs of sides are equal. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 3 പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണ്. മെഷർമെന്റ് ഒന്നും തന്നിട്ടില്ല, ഈക്വൽ ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. therefore by SSS principle എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? these 2 triangles are equal. ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താ ക്വസ്റ്റ്യനിൽ എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? കമ്പ്യൂട്ട് ആംഗിൾ C of triangle ABC and all angles of triangle PQR. ആദ്യം കാണാൻ പറഞ്ഞ ട്രയാങ്കിൾ ABCയിലെ ആംഗിൾ C ആ. ആംഗിൾ C എത്ര? ആംഗിൾ C കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ആംഗിൾ 40, ഒരു ആംഗിൾ 60. അപ്പൊ ആംഗിൾ C എത്രയാണ്? ഇതിന്റെ രണ്ടിന്റെ സം എത്രയാ? 40 plus 60 100. therefore third angle equal to 180 minus 100. ടോട്ടൽ 180 അല്ലേ? അതിന് 100 സബ്ട്രാക്ട് ചെയ്താ 80. അപ്പൊ ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ C ഈക്വൽ ടു എന്ത് കിട്ടി? 80 എന്ന് കിട്ടി. അപ്പൊ ABC എന്നുള്ള ട്രയാങ്കിളിൽ 3 ആംഗിൾസ് നമുക്ക് കിട്ടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ PQR-ലെ 3 ആംഗിൾസും കണ്ടുപിടിക്കണം. ലുക്ക് അറ്റ് ദ ബോർഡ്. ലിസൺ. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പറഞ്ഞ പെക്യൂലിയാരിറ്റി അപ്ലൈ ചെയ്തിട്ട് PQR. This is the triangle PQR. This is the triangle ABC. ഈ ആംഗിൾ 40 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി. ഇത് ഓൾറെഡി തന്നിട്ടുള്ളതാ. ആംഗിൾ C നമ്മൾ കണ്ടുപിടിച്ചു. 180 minus 40 plus 60. 180 minus 80. 80 കിട്ടി.
ഈ ആംഗിൾ എത്ര 80. ഇനി ഇതിലത്തെ ആംഗിൾസ് കാണാനാ പറഞ്ഞേക്കണേ. അതിലത്തെ ആംഗിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയേ എ ബി ഈക്വൽ ടു ക്യു ആർ. അപ്പൊ ആ സൈഡ് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ എ ബി, ഇവിടെ ക്യു ആർ. അപ്പൊ ഈക്വൽ ആയ ആംഗിൾസ് നമുക്ക് അറിയാൻ വേണ്ടി എളുപ്പത്തിന് എ ബി ഈക്വൽ ടു ക്യു ആർ. എ ബിക്കും ക്യു ആറിനും ഒരേ വരെ വരച്ചു. നെക്സ്റ്റ് ബി സി ഈക്വൽ ടു ആർ പി ആ. ബി സി ഇതാ ഇവിടെ ബി സി, ബി സിക്ക് ഈക്വൽ ആയിട്ട് കിടക്കുന്നത് ആർ പി ആണ്. അപ്പൊ ഫിഗർ നോക്കി അറിയാം ഈ രണ്ട് സൈഡാണ് ഈക്വല്. നെക്സ്റ്റ് സി എ ഈക്വൽ ടു പി ക്യു. സി എ എന്ന് പറഞ്ഞ ഇതാ മൂന്നാമത്തെ ആംഗിള്, പി ക്യു എന്ന് പറഞ്ഞ ഇതാ. അപ്പൊ ഫിഗറിൽ ഇത് 3 വരെ വരച്ചു, ഇത് 3 വരെ വരച്ചു. അപ്പൊ സി എക്ക് ഈക്വൽ ആയിട്ട് കിടക്കുന്ന സൈഡ് പി ക്യു എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ദി ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ഇൻ ഈക്വൽ ട്രയാങ്കിൾസ്. The angles opposite to equal sides are equal. Equal side in opposite കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. Look at the picture. എ ബി എന്നുള്ള സൈഡ്, എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എത്രയാ 80 ഡിഗ്രി. ഈ പിക്ചറിൽ നോക്കുക, എ ബിക്ക് ഈക്വൽ ആയിട്ട് കിടക്കുന്ന സൈഡ് ക്യു ആർ ആ. അപ്പൊ ക്യു ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും 80 ഡിഗ്രി ആയിരിക്കും. The angles opposite to equal side are equal. Similarly, ബാക്കി രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കാം. Look at the picture. BC. Look at the side BC. BC ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, which is the angle opposite to side BC. BC ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എത്ര 40 ഡിഗ്രി. ഈ ബി സിക്ക് ഈക്വൽ ആയിട്ട് കിടക്കുന്ന സൈഡ് ഈ പിക്ചറില് ബി സിക്ക് ഈക്വൽ ആയിട്ട് കിടക്കുന്ന സൈഡ് പി ആർ ആ, which is the angle opposite to the side PR. PR ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിള് ഈ ആംഗിള്. ബി സിക്ക് ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ ബി സിക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് പി ആർ ആണ്. പി ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും 40 ഡിഗ്രി ആയിരിക്കും. സിമിലർലി തേർഡ് സൈഡ് എ സി. എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ 60 ഡിഗ്രി. ഈ എ സിക്ക് ഈക്വൽ ആയിട്ട് ഈ ഫിഗറിൽ കിടക്കുന്ന സൈഡ് ഏതാ? എ സിക്ക് ഈക്വൽ പി ക്യു ആണ്, which is the angle opposite to this side. പി ക്യുവിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ ആർ. എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 60 ആണെങ്കിൽ എ സിക്ക് ഈക്വൽ ആയിട്ടുള്ള പി ക്യുവിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. Therefore, in this triangle PQR, in this triangle PQR, three angles are angle P equal to 80 degree, angle Q equal to 40 degree, angle R equal to 60 degree. കണ്ടുപിടിച്ചില്ലേ? അപ്പം ട്രയാങ്കിൾ പി ക്യു ആറിലെ 3 ആംഗിൾസ് കാണാനാ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ SSS പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ട്രയാങ്കിൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തു, എന്നിട്ട് ഈക്വൽ ട്രയാങ്കിൾസിന്റെ പെക്യൂലിയാരിറ്റി അപ്ലൈ ചെയ്തു. അത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. All of you understand? Then you get the next problem. Page 12, question number 3. ഇതേപോലെ തന്നെയാ, സിമിലർ ടൈപ്പ് പ്രോബ്ലംസ്. ആംഗിൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻ ട്രയാങ്കിൾസ് ബിലോ, ഇതാ രണ്ട് ട്രയാങ്കിൾസ് അവിടെ കാണാണ്ട്. ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. അതിലതാ സൈഡുകൾ 3 പെയർ ഓഫ് സൈഡ്സ് അതാ തന്നേക്കണു. ഏതൊക്കെ സൈഡ്സ് ആ ഈക്വൽ എന്ന് ടീച്ചറോട് വരച്ച് ലൈൻസ് വരച്ച പോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിളിലെയും ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ. ഇൻ 2 triangles, one angle is given. ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ 60 തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ പി ക്യു ആറിലെ ആംഗിൾ ക്യു ആണ് 70 ഡിഗ്രി തന്നേക്കണേ. രണ്ട് ട്രയാങ്കിളിലും ഓരോ ആംഗിളേ തന്നിട്ടുള്ളൂ അല്ലെ. ബാക്കി 4 ആംഗിൾസ് കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ ബി, ആംഗിൾ സി. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ, which are the angles? ആംഗിൾ പി ആൻഡ് ആംഗിൾ ആർ. ഇപ്പൊ ചെയ്ത സെയിം ടൈപ്പ് പ്രോബ്ലംസ് ആണ്. SSS പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട്, അപ്ലൈ ചെയ്യേണ്ട ഓൾറെഡി തന്നിട്ടുണ്ട്. ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കുക. അപ്പൊ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ. സിമിലർലി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് സെപ്പറേറ്റ് ട്രയാങ്കിൾസ് അവിടെ തന്നിട്ടില്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾസ് സെപ്പറേറ്റ് തന്നിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചേക്കുക. എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കണേ.
Are the angles of triangle ABC and triangle ABD equal in figure above? മുകളിൽ തന്ന പിക്ചറിലെ ABC എന്നുള്ള ട്രയാങ്കിളും ABD എന്നുള്ള ട്രയാങ്കിളും ഈക്വൽ ആണോന്ന്. വൈ? എന്തുകൊണ്ട്? റീസൺ എഴുതണം. ട്രയാങ്കിൾ ഈക്വൽ ആണോന്ന്. വെട്ടിയെടുത്ത് നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. What is the picture? This is an quadrilateral. What is quadrilateral? Quadrilateral, four sides ആയിട്ടുള്ളത് അല്ലേ? This, look at the board. A, B, C, D. Four side ഉള്ള ഫിഗർ quadrilateral ആ. ഈ quadrilateral രണ്ട് ട്രയാങ്കിൾ ചേർത്ത് വെച്ചിരിക്കുക. AB is the diagonal. What is mean by diagonal? ഓപ്പോസിറ്റ് വെർട്ടിസസ് ജോയിൻ ചെയ്യുന്ന ലൈൻ അല്ലേ? ഡയഗണൽ വരച്ചപ്പോ രണ്ട് ട്രയാങ്കിൾസ് ആയി. അങ്ങനെയാണെങ്കിൽ എ ബി ഡി, ക്വസ്റ്റ്യനിൽ പറഞ്ഞ ട്രയാങ്കിൾ ചിത്രത്തിൽ കാണണം. എ ബി ഡി, ട്രയാങ്കിൾ എ ബി ഡി താഴെ കിടക്കണത്, താഴെ കിടക്കുന്ന ട്രയാങ്കിൾ. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി മുകളിൽ കിടക്കുന്ന ട്രയാങ്കിൾ, ഇത് രണ്ടും ഈക്വൽ ആണോന്ന്. എന്തൊക്കെയാ ഇവിടെ തന്നേക്കണത്? എ സി 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ബി സി 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, പിന്നെ ഇതാ എ ഡി 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ സൈഡ്സ് ആണ് തന്നേക്കണേ, ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ SSS പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്യാം. ഇൻ ദിസ് ട്രയാങ്കിൾ എ സി ആണ് 8, ഇൻ ദിസ് ട്രയാങ്കിൾ ഓൾസോ എ ഡി 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1 pair of sides equal. Next, in this figure BC 6 centimeter ആണ്, in this triangle BD 6 centimeter ആണ്. അപ്പൊ രണ്ട് 6 ആണ്, ഈക്വൽ ആണ്. Second pair of sides are also equal. What is the third side in triangle ABD? ABD താഴെ കിടക്കുന്ന ട്രയാങ്കിളിലെ ABD എന്നുള്ള ട്രയാങ്കിൾ, which is the third side? രണ്ട് സൈഡ് നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. Which is the third side? AB അല്ലേ? AB ആണ്. Then what is the third side of the upper triangle ABC? മുകളിൽ കിടക്കുന്ന ABC എന്നുള്ള ട്രയാങ്കിളിന്റെ തേർഡ് സൈഡും ഏതാ? രണ്ട് സൈഡ് ഇതാ കിടക്കണു. മൂന്നാമത്തെ സൈഡും ഏതന്നെയാണ്? AB തന്നെയാണ് അല്ലേ? അപ്പൊ AB is the common side of both triangle. രണ്ട് ട്രയാങ്കിളിന് കോമൺ ആയിട്ടുള്ള സൈഡാണ് AB വരുന്നത്. അപ്പൊ AB ഈക്വൽ ആവില്ലേ? അപ്പൊ 3 pair of sides are equal. Therefore these triangles are equal triangles. Okay, അപ്പൊ ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് ചോദിച്ചേക്കണം. അപ്പൊ എഴുതാ, ഇൻ ട്രയാങ്കിൾ ABC and triangle PQ ABD 3 pair of sides are equal. Therefore these triangles are equal. Reason എന്നുള്ളതിന്. Okay, very easy അല്ലേ? Then now study the 3 principle again and the application problem of equal triangles. Okay, bye.